രക്ഷപ്പെടുമ്പോൾ പ്രതി ധരിച്ചിരുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാണ്. ബാധിതനായിരുന്ന അച്ഛൻ്റെ ആഗ്രഹം പോലെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ പരീക്ഷ എഴുതിയ മീനാക്ഷിക്ക് ഭാരം വന്നപ്പോൾ ആ സന്തോഷം പങ്കുവെക്കാൻ അച്ഛനില്ല. ഇനി മുന്നോട്ടുള്ള വഴി എന്താകും എന്നറിയാതെ വിഷമിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ ഈ പെൺകുട്ടി. കൂലിപ്പണിക്കാരനായ സതീഷിന് 3 വർഷം മുമ്പാണ് കഴുത്തിൽ അർബുദം സ്ഥിരീകരിച്ചത്. RCCയിലും നെടുങ്കണ്ടം മാവടിയിലെ വീട്ടിലുമായാണ് ഈ 3 വർഷവും സതീഷ് കഴിച്ചുകൂട്ടിയത്. മകൾ എല്ലാ വിഷയത്തിനും A+ നേടണമെന്നത് സതീഷിന്റെ ആഗ്രഹമായിരുന്നു. പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് അച്ഛനും അമ്മയും ആശുപത്രിയിലായി. ഇതോടെ ഒറ്റയ്ക്കിരുന്നാണ് പഠിച്ചതും പരീക്ഷ എഴുതിയതും. ഫലം വന്നപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ഫലം വരുന്നതിന് ഒരാഴ്ച മുമ്പ് അർബുദം മൂർച്ഛിച്ച് സതീഷ് മരിക്കുകയും ചെയ്തു. പരീക്ഷയ്ക്ക് SSLCക്ക് ഫുൾ A+ കിട്ടിയപ്പം ഒരുപാട് സന്തോഷമായി. പക്ഷേ എന്താ പറയുക, വലിയൊരു സങ്കടമുണ്ട്. അച്ഛൻ ഒപ്പം ഉണ്ടായിരുന്നില്ല. അച്ഛയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു SSLCക്ക് ഫുൾ A+ മേടിക്കാന്നുള്ളത്. അച്ഛൻ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വലിയ കുറവ് തന്നെയാണ്. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയെങ്കിലും മുന്നോട്ടുള്ള പഠനത്തിന് വഴിയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ നിർധന കുടുംബം. ഞാനും കൂലിപ്പണിക്ക് പോകുന്നതാ. പിന്നെ ജോലിക്ക് പോകാനും പറ്റാത്ത അവസ്ഥ. അച്ഛൻ അസുഖമായതിനു ശേഷം മെഡിസിന് പോകണമെന്ന് അവർക്ക് അതിന് ആഗ്രഹം. പക്ഷെ അതിന് നമുക്ക് മാർക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നാട്ടുകാർ പിരിവെടുത്തും മറ്റുമാണ് സതീഷിന്റെ ചികിത്സ നടത്തിയത്. ഡോക്ടറാകണമെന്നാണ് മീനാക്ഷിയുടെ ആഗ്രഹം. സുമനസുകൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ പെൺകുട്ടിക്ക് ഈ ആഗ്രഹം സഫലീകരിക്കാനാവൂ. വലിയ പ്രതിസന്ധിയാണ് ഇനി ഈ കുടുംബത്തിന്റെ കാര്യം. ഏതെങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റിനും മറ്റുമൊക്കെ ഞങ്ങൾ ഈ ഇവിടുത്തെ എല്ലാ ആളുകളും എല്ലാവരും ചേർന്ന് നല്ലപോലെ പറ്റുന്ന പോലെ ഞങ്ങൾ സഹായിച്ച് കുടുംബത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും സുമനസുകളുടെ സഹായം കിട്ടിയെങ്കിൽ മാത്രമേ അവൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ, ഈ കുടുംബവും രക്ഷപ്പെടുത്തുള്ളൂ. അച്ഛന്റെ ആഗ്രഹം സാധിച്ചത് പറയുവാൻ പോലും മീനാക്ഷിക്കായില്ല. പക്ഷേ തുടർന്നുള്ള യാത്രയിൽ കൈപിടിക്കുവാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. വിലയ്ക്ക് വാങ്ങിയ വീട് പൊളിച്ചു നീക്കാൻ വയ്യ. ഒരു പോറൽ പോലും ഏൽക്കാതെ വീട് പുറകിലേക്ക് മാറ്റി സ്ഥാപിച്ചു കൊടുത്ത് ഹരിയാനയിലെ കമ്പനി. മാവേലിക്കര 2ാം കുറ്റി റോഡിൽ പല്ലാരിമംഗലത്തിന് സമീപമാണ് 1100 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട്.